അപ്പോൾ അടുത്ത വർഷം ഫൈനൽ കളിക്കാനുള്ള പ്ലാനാണ്. ഓക്കെ. എല്ലാ കളിക്കും ഓരോ രീതിയിലുള്ള സ്ട്രാറ്റജി ഉണ്ട്. ഏത് രീതിയിൽ കളിക്കണം, എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ കളിക്ക് മുന്നോടിയായിട്ട് കറക്റ്റായിട്ട് ബ്രീഫ് ചെയ്യും പ്ലെയേഴ്സിനോട്. അങ്ങനെ നമ്മുടെ ഫൈനലിന് വിസിൽ മുഴങ്ങി, ഫൈനൽ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡിൻ്റെ 100-ൽ ഒരു 10 അംശത്തിലോ 100-ൽ 2 അംശത്തിലോ ഒക്കെ ജയിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഉത്തമമായ മത്സരം നമുക്ക് ഈ സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റും. ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരി പെരുന്നേലാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ CBLന്റെ കളികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 കളി കഴിഞ്ഞു. ഒന്ന് താഴത്തങ്ങാടിയായിരുന്നു, രണ്ടാമത് കൈനേരിയായിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ചെങ്ങന്നൂർ പാണ്ടനാട്ടോട്ടാണ്. ധാരാളം ചരിത്രങ്ങളുടെ കഥ പറയുന്ന പാണ്ടനാട്. അത് പേരിൽ തന്നെ പാണ്ഡവന്മാരുടെ നാടെന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങളുടെയും അതുപോലെ തന്നെ ധാരാളം പള്ളികളുടെയും ഒക്കെ സ്ഥലമായിട്ടുള്ള പാണ്ടനാട്ടാണ് ഇന്നത്തെ CBL നടക്കുന്നത്. അപ്പോൾ ഇന്ന് 3ാമത്തെ കളിയാണ്. ഇനി 3 കളികളും കൂടെ ഉണ്ട്. അപ്പോൾ CBLന്റെ വിശേഷങ്ങൾ വേണമെന്നും പറഞ്ഞാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റുമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് എഫേർട്ട് എടുത്തിട്ടായാലും ഈ വീഡിയോകൾ ചെയ്യുന്നത്. കാരണം ഈ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ ഈ സ്പോർട്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ സൺഡേയ്സും ഇപ്പോൾ മാരത്തോൺസ് ആണ്. അതിൻ്റെ കോമ്പയറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇന്നും അതുപോലെ തന്നെ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൈനേരി കളി കഴിഞ്ഞ് ഞാൻ ഫോർട്ട് കൊച്ചിയിലോട്ടാണ് പോയത്. ഇന്ന് നമ്മുടെ പാണ്ടനാട് കളി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ക്യൂൻസ്ബേയിൽ നടക്കുന്ന നാളെ QR കൊച്ചി എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, റണ്ണിങ് ക്ലബ്ബുണ്ട്, റണ്ണിങ് ആൻഡ് റൈഡിങ് ക്ലബ്ബുണ്ട്. അവർ നടത്തുന്ന മാരത്തോണിന് കോമ്പയർ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിപ്പോൾ ബാഗൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിനെ ഫോം ചെയ്ത്, അതായത് ചരിത്രത്തിൽ ആദ്യമായി ചങ്ങനാശ്ശേരി ഒരു ബോട്ട് ക്ലബ്ബ് എന്നുള്ള ആശയം കൊണ്ടുവന്ന് അതിനെ വളരെ വിജയകരമായി CBL എത്തിച്ചത് നമ്മുടെ മീഡിയ വില്ലേജ്, റേഡിയോ മീഡിയ വില്ലേജ് എന്ന് പറയുന്ന നമ്മുടെ ചങ്ങനാശ്ശേരി എല്ലാവർക്കും അറിയാവുന്ന ഒരു റേഡിയോ, അതോടൊപ്പം നമ്മുടെ മീഡിയ വില്ലേജ് കോളേജ്, അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ജോഫി അച്ഛനാണ് ഇതിന് നേതൃത്വത്തിന് നിൽക്കുന്നത്. അപ്പോൾ അച്ഛനെ രാവിലെ എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ മീഡിയ വില്ലേജിലേക്ക് പോവാണ്. മീഡിയ വില്ലേജിലേക്ക് പോയി തിരിച്ച് ഞാൻ റൂമിൽ വന്ന് റെഡി ആയിട്ടാണ് പാണ്ടനാട്ടേക്ക് പോകുന്നത്. പാണ്ടനാട്ട കളിയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോകാൻ. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗെയ്സ്, ഞാൻ അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നേരെ മീഡിയ വില്ലേജിലോട്ട് ചെന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിം സ്കൂൾ തന്നെയാണ് മീഡിയ വില്ലേജ്. അതോടൊപ്പം റേഡിയോ മീഡിയ വില്ലേജ് എന്ന് പറയുന്ന ഒരു റേഡിയോയും കൂടെ ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അതിനകം ക്യാമ്പസിനകം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ ക്രിയേറ്റീവായിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ ആ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ മനോഹരമായിട്ട്. ഇതാണ് റേഡിയോയുടെ ഓഫീസ്, താഴെ കാണുന്നതാണ്. ഇത് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് കോളേജിൻ്റെ പേര്. ഇവിടെ മറ്റു കോഴ്സുകളും ഒക്കെ ഉണ്ട്, സിനിമയായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഉണ്ട്. ഇതാണ് കോളേജിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതിലെയാണ് നമ്മൾ അച്ഛൻ്റെ ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ കയറി ചെന്നു. അങ്ങനെ നമ്മുടെ റിസപ്ഷനൊക്കെ കഴിഞ്ഞു അച്ഛൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു. അച്ഛൻ ഓഫീസിൽ നല്ല തിരക്കിലാണ്. എന്തായാലും അച്ഛൻ്റെ ഒരു വിഷസ് എന്താണെന്ന്, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം. CBL ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ആദ്യമായിട്ടാണല്ലോ നെഹ്റു ട്രോഫി മത്സരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ലബ്ബ് തന്നെ ഉണ്ടാകുന്ന ആദ്യമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, അച്ഛനാണ് ഇതിൻ്റെ പിന്നിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ അച്ഛനാണ് ഈ ക്ലബ്ബിന്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്, CBLനെ എങ്ങനെ നോക്കിക്കാണും? ഈ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി പുതിയൊരു അനുഭവമാണ്. പക്ഷേ മുഴുവൻ ആളുകളും അത് ഏറ്റെടുക്കുന്നു. ഒരുപാട് പേര് ഇതിൻ്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൂടെ നിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. നമ്മൾ ഈ വർഷം ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെയാണ് നടത്തുന്നത്. പക്ഷെ അടുത്ത കൊല്ലം നമ്മൾ തകർക്കും. എനിക്ക് ഹിന്ദി അധികം അറിയാത്തതുകൊണ്ട് ബിനീഷ് പറഞ്ഞല്ലോ, ബിനീഷിന്റെ വീഡിയോ, ഈ വള്ളംകളിയുടെ വീഡിയോ മുഴുവൻ അങ്ങ് പറന്നു പോവുകയാണ്. അതുകൊണ്ട് എന്നെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും CBLന്റെ ഒരു ഭാഗമായി, CBCയുടെ ഒരു ഭാഗമായി നിൽക്കാൻ കഴിയുന്നത് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത വർഷം ഫൈനൽ കളിക്കാനുള്ള പ്ലാനാണ്. ഓക്കെ. അങ്ങനെ ഗെയ്സ്, അച്ഛൻ എന്നെ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ വണ്ടി എടുത്ത് റൂമിൽ ചെന്നിട്ട് എനിക്കിപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങണം. എന്നിട്ട് അവിടെ നേരെ പാണ്ടനാട്ടോട്ട് പോകണം. അങ്ങനെ ഗെയ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ BMW GS-ലാണ് യാത്ര. കാരണം ഇന്ന് ഒത്തിരി ദൂരം കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം പാണ്ടനാട് പോകണം, അത് കഴിഞ്ഞ് തിരിച്ചു വരണം, അത് കഴിഞ്ഞ് കൊച്ചിക്ക് പോകണം, നാളെ കൊച്ചിയിൽ നിന്ന് തിരിച്ചു വരണം. കാർ ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ കാർ എടുത്തു കഴിഞ്ഞാൽ സമയം നഷ്ടമാവും, ബ്ലോക്കിലൊക്കെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കിന്ന് ബൈക്കിൽ പാണ്ടനാട്ടേക്ക് യാത്രയാകും. അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ പാണ്ഡവന്മാരുടെ നാടായ പാണ്ടനാട്ട് ചെന്ന്. ഇതാണ് നമ്മുടെ കളി നടക്കുന്ന സ്ഥലം. പാണ്ടനാട് പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കളി കാണാൻ പറ്റും. അങ്ങനെ പല ക്ലബ്ബുകളും അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്പക്കുളം ചുണ്ടനാന്ന് തോന്നുന്നു താഴെ കിടക്കുന്നത്. ഇതാണ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ട്രാക്കാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പമ്പയാറ്റിലാണ് ഇത് നടക്കുന്നത്, പുണ്യ നദിയായ പമ്പയിലാണ്. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, ട്രാക്കെല്ലാം ഇട്ടു. ഇത്തവണ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ കാണുന്നതാണ് നമ്മുടെ പവലിയൻ. ആ പവലിയനിൽ ഇരുന്ന് കളി കാണും. എനിക്ക് പ്രതിനിധികൾ
പവലിയനുകളുടെ പാസ് ഉള്ളതുകൊണ്ട് തന്നെ പവലിയനിൽ ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ സമയം ആയപ്പോൾ തന്നെ രാവിലെ ആയപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ ഒരു 12 മണി സമയമായി കാണും. പക്ഷേ ഒരു മഴക്കാറൊക്കെ ഉണ്ട്. മഴക്കാർ ടെൻഷനാണ്, കളിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ഒന്ന് മഴ പെയ്തതിൻ്റെ പേര് കളി ഒരു പ്രാവശ്യം മുടങ്ങിയതാണ്. അപ്പോൾ ധാരാളം ആൾക്കാർ അവിടെ ഇങ്ങനെ വന്ന് രാവിലെ തന്നെ തൊട്ട് കാണാൻ നിൽപ്പുണ്ട്. അപ്പോൾ കളി തുടങ്ങാനായിട്ട് ഇനി 2-3 മണിക്കൂറൂടെ ബാക്കിയുണ്ട്. അങ്ങനെ കളി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വന്നിരിക്കുന്ന വള്ളങ്ങളൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ അവിടെ നിന്ന് ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ വള്ളം അങ്ങനെ ദൂരെ നിന്ന് തുഴഞ്ഞു വരുന്നുണ്ട്. നമ്മളൊരു ചെറിയ പ്രാക്ടീസൊക്കെ രാവിലത്തെ സെഷൻ പ്രാക്ടീസാണെന്ന്. അപ്പോൾ നമ്മുടെ വള്ളത്തിന് തുഴച്ചിലൊക്കെ കണ്ട് നമ്മുടെ പ്ലേയേഴ്സിനെയൊക്കെ ഞാൻ എത്തിയെന്നൊന്ന് പറയണം. കാര്യം എന്നെയാണ് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു കോൺഫിഡൻസിന് വേണ്ടി നമ്മൾ എത്തിയെന്നൊക്കെ ഒന്ന് അറിയിക്കാം. അങ്ങനെ പാലത്തിലൊക്കെ കളി കാണാനായിട്ടുള്ള ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വള്ളം ഇപ്പോൾ തിരിച്ച് നമ്മുടെ വള്ളം എവിടെയാണോ ഇട്ടിരുന്നത്, അതായത് മാർത്തോമ വലിയ പള്ളിയാണ്, സെൻറ്റ് തോമസ് എന്നാന്ന് തോന്നുന്നു പറഞ്ഞ ആ പള്ളിയിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ വള്ളം മാത്രമല്ല ഒരു 3-4 വള്ളങ്ങൾ ആ ഭാഗത്ത് ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെ എടുത്തിട്ട് അവിടെയാണ് ആഹാരം കഴിക്കുന്നത്, അവരുടെ ഡ്രസ്സ് മാറുന്നവരുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നല്ലൊരു മേളമാണ്. നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബും ചമ്പക്കുളം ചുണ്ടനും നമ്മുടെ KTBCയും അതുപോലെ നമ്മുടെ ചങ്ങനാശ്ശേരി എല്ലാം ഈ പള്ളിയുടെ പരിസരത്താണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ ചെന്നു. ഇനിയിപ്പോൾ ഏകദേശം ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എല്ലാവരും ആഹാരമൊക്കെ കഴിക്കുന്നത് വേണ്ട നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ, അതായത് PBC പുന്നമടയുടെ തൊഴിച്ചിലുകാരാണെന്ന് തോന്നുന്നു ഈ വരുന്നത്. അവരുടെ യൂണിഫോമാണ് കാണുന്നത്. അവരെല്ലാവരും ഒരു പ്രാക്ടീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കണം. നമ്മുടെ വള്ളത്തിൽ നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം അവർ ആഹാരം കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. എനിക്കും വിശക്കുന്നുണ്ട്, എനിക്കും ഫുഡ് കഴിക്കണം. ക്യാമ്പിലെ ഫുഡ് എന്താണെന്ന് നോക്കാം. നമുക്ക് ചോറും പയറുതോരനും സലാഡും മീൻകറിയും അതുപോലെ തന്നെ അച്ചാറും കൂടെ കൂട്ടിയുള്ള ഫുഡാണ്. ഞാനും പ്ലേറ്റിനകത്ത് ഫുഡ് എടുത്തു. ലീഡിംഗ് ക്യാപ്റ്റൻ ഇത്തവണ ജെയിംസ് ചേട്ടനാണ്. ബൈജപ്പൻ ചേട്ടൻ നാട്ടിലില്ല, വിദേശത്തേക്ക് പോയിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ പ്ലേറ്റിൽ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറം മറ്റ് ക്ലബ്ബുകളൊക്കെ ഫുഡ് കഴിക്കുന്ന കാണാൻ പറ്റിയിട്ടാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്ത് അതിനകത്ത് ഫുഡ് വാങ്ങിച്ചു. ദാസേട്ടനോടൊപ്പം ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കഴിക്കാൻ പോയി. ഫുഡിൻ്റെയൊക്കെ അഭിപ്രായം നമുക്ക് ദാസേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ കേൾക്കാം. ദാസേട്ടൻ ഇന്ന് ആഹാരത്തിൻ്റെ അഭിപ്രായം പറയും. എനിക്ക് ഇഷ്ടമുള്ള ആണോ? വള്ളംകളി ക്യാമ്പിൽ ഫുഡൊക്കെ എങ്ങനെയാണ്? ഇഷ്ടമാണോ? അവിടെ ക്യാമ്പിൽ ഇത് ഓരോ ആഴ്ചയിലും ഓരോ സ്ഥലത്തല്ലേ? ഇതിന്റെ അഭിപ്രായം? ഉച്ചയൂണ് ഇതിനേക്കാൾ വലുതായിട്ട് നമുക്കങ്ങനെ കൊടുക്കാൻ കഴിയുന്നില്ല. വിഭവസമൃദ്ധം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മറ്റ് ക്ലബ്ബുകളുടെ ആൾക്കാരൊക്കെ നമ്മുടെ തൊട്ടപ്പുറം തന്നെ ഫുഡ് കഴിക്കാണ്ട് നിൽപ്പുണ്ട്. അവിടെ നിന്ന് യൂണിഫോമൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് KTBCയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ വിസിൽ മുഴങ്ങി. നമ്മുടെ ക്ലബിൻ്റെ ഭാരവാഹികളും അതോടൊപ്പം നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ നമ്മുടെ ക്ലബ്ബിലെ താളക്കാരൊക്കെ തമ്മിൽ നമ്മൾ ഇന്ന് നോക്കേണ്ട സ്ട്രാറ്റജികളും മറ്റു കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്ത് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുവാണ് ബുക്കിൽ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ വിസിൽ മുഴങ്ങും. വിസിൽ ഓൾറെഡി അടിക്കാൻ പോവാണ്. വിസിൽ അടിച്ചിട്ട് നമ്മുടെ പ്ലെയേഴ്സിനെ എല്ലാം ഉടൻ തന്നെ ഫോളോ ചെയ്യും. നമ്മുടെ അജിമോൻ ഫ്രം മാന്നാർ, അജിമോൻ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ സന്തോഷ് സാറ് പോലീസ് SI ആണ്. സാറ് നമ്മുടെ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. സാർ ഇങ്ങനെ റെഡിയായിട്ട് ആൾക്കാരെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഉടൻ തന്നെ ഫോളിനായിട്ട് ബാക്കി നമ്മുടെ ഡിസ്കഷൻസിലേക്ക് പോകും. എല്ലാ കളിക്കും ഓരോ രീതിയിലുള്ള സ്ട്രാറ്റജി ഉണ്ട്. ഏത് രീതി കളിക്കണം, എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ കളിക്ക് മുന്നോടിയായിട്ട് കറക്റ്റായിട്ട് ബ്രീഫ് ചെയ്യും പ്ലെയേഴ്സിനോട്. അപ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ബ്രീഫിങ് നടക്കും. അവിടെ വിസിലൊക്കെ കൊടുത്തു. അപ്പോൾ നോക്കി ഇവിടെ എല്ലാം നിറച്ചു ആളാണ്. ഈ പള്ളിയുടെ അടുത്തെല്ലാം നിറച്ചു ആളാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി പ്രെയർ തുടങ്ങുന്ന ബാക്കി പ്രെയറും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാം. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം കൂടെ വള്ളം ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. നമ്മുടെ വള്ളം മാത്രമല്ല, അവിടെ ചമ്പക്കുളം ചുണ്ടൻ, നമ്മുടെ വലിയ ദിവാൻജി, അതിനോടൊപ്പം ചമ്പക്കുളം ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ, അങ്ങനെ പല പല ചുണ്ടൻ എല്ലാം കൂടി ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഈ ചുണ്ടനൊക്കെ നിങ്ങളൊന്ന് കണ്ടോളുക.
അങ്ങനെ എല്ലാ പ്രാവശ്യവും നമ്മൾ നമ്മുടെ വള്ളത്തിലേക്ക് പ്ലെയേഴ്സ് കയറുന്നതാണ് കാണുന്നത്. ഇത്തവണ മറ്റേതെങ്കിലും ഒരു വള്ളത്തിലേക്ക് പ്ലെയേഴ്സ് കയറുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല. എനിക്കൊന്നും നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ PBC പുന്നമടയുടെ പ്ലെയേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ആദ്യം കയറുന്നത്. അവർ കയറി ആ വള്ളം വിട്ടുപോയാലേ ബാക്കിയുള്ളവർക്കൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം നമ്മുടെ ഒഫീഷ്യൽസ് എല്ലാം വന്ന് ഇവരെ വിളിക്കാൻ, കളി തുടങ്ങാൻ സമയമായി, ഇവരെ വിളിക്കാനായിട്ട് നിൽക്കുവാണ്. നമ്മുടെ നടുഭാഗം ചുണ്ടിനും തൊട്ടടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആരാണ് ആദ്യം കയറുന്നതെന്ന്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാനും ദാസേട്ടനോട് ഇനിയിപ്പോൾ തിരിച്ച് ബൈക്ക് എടുത്ത് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവാണ്. വിവേകാനന്ദ സ്കൂളിലാണ്, അതിനകത്താണ് ഫിനിഷിംഗ് പോയിന്റും പവലിയനും ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ പാസ് ഇരിപ്പുണ്ട് കഴിഞ്ഞ എല്ലാ കളിയിലും, പക്ഷേ ഈ പാസ് യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു ആദ്യമായിട്ടാണ് ഞാൻ പവലിയനിൽ ഇരുന്ന് കളി കാണാൻ പോകുന്നത്. ഓരോ കളിയും ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യൂവിൽ നിന്ന് കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. പവലിയനെല്ലാം നിറഞ്ഞ് ക്ലബിൻ്റെ പ്രതിനിധികൾ, വിശിഷ്ടാതികൾ, മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ട്. മന്ത്രിമാർക്കൊക്കെ വേണ്ട അപ്പുറം വേറൊരു പവലിയൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്നുകൊണ്ട് ഏറ്റവും ഫ്രണ്ട് സീറ്റ് കിട്ടി, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മാസ്റ്ററിലാണ് തുടങ്ങാൻ പോകുന്നത്. ഓരോ വള്ളങ്ങളും ഇങ്ങനെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് തുഴഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇനി മാസ്റ്റർ ഡ്രില്ലിലേക്ക് നമുക്ക് പോകാം. മാസ്റ്റർ ഡ്രില്ല് ഇതുവരെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മാസ്റ്റർ ഡ്രില്ല് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാ കളിയിലെയും പോലെ നമ്മുടെ വള്ളങ്ങൾ പലതും പ്രാക്ടീസ് ചെയ്ത് വരുന്നതും അതിനുശേഷം നമ്മുടെ മാസ്റ്റർ ഡ്രില്ലുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഈ കളി തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ മഴ ഇപ്പോൾ പെയ്ത് മാറിയാൽ മതിയായിരുന്നു. മാറിയെങ്കിൽ നല്ല ഭംഗിയായിട്ട് കളി നടക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കളിക്കിടെ മഴ പെയ്തതാണ് ആ കളി തന്നെ പൂർണ്ണമായിട്ടും പ്രശ്നമായി പോകാനായിട്ടുള്ള കാരണമായത്. അപ്പോൾ മഴ നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഇരിക്കുക. എല്ലാ ആൾക്കാർക്കും നമ്മുടെ വള്ളങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചമ്പക്കുളം ചുണ്ടനാണ് ഈ തുഴഞ്ഞ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ അവസാനിക്കുന്നു. ഇനിയുള്ളത് ആശംസാ പ്രസംഗങ്ങളാണ്. അത് നമ്മൾ ഈ വള്ളംകളിക്കിടയിൽ സംഘടിപ്പിക്കുന്നതായിരിക്കും.
അപ്പോൾ നമ്മൾ VIP പവലിയനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. സ്ക്രീനിനകത്തൂടെയും കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൂടെ സ്റ്റാർട്ടിങ് വളരെ കൃത്യമായിട്ട് ഹെലിക്യാം വഴിയുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വീഡിയോയിലൂടെ കൃത്യമായിട്ട് എല്ലാ ആൾക്കാരെയും കാണിക്കാൻ പറ്റും. നമ്മൾ സ്ക്രീനിൽ കാണുന്നതും റിയാലിറ്റി കാണുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടുകൊള്ളുക. അപ്പോൾ എന്തായാലും നമ്മുടെ കളി ഇനിയിപ്പോൾ തുടങ്ങാൻ പോവാണ്. ചില വള്ളങ്ങൾ റിവേഴ്സ് ഗിയറിൽ പോകുന്നു, ചിലത് തിരിച്ചു പോകുന്നു. ഇത് കണ്ടോ, ഈ ചേട്ടൻ്റെ ഡാൻസ് കണ്ടോ? ചേട്ടൻ ഭയങ്കര ആവേശത്തിലാണ്. പൊതുവെ കാഴ്ചക്കാർ താഴത്തങ്ങാടിയും കൈനകരിയും വെച്ച് നോക്കുമ്പോൾ കാഴ്ചക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇനി ഏതായാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കളി തുടങ്ങാൻ പോവാണ്. ഒന്നാം ഹീറ്റ്സ് ആരൊക്കെയാണ് മത്സരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഒന്നാം ഹീറ്റ്സ് ഉടൻ തന്നെ തുടങ്ങും. ഇപ്പോൾ ഗാലറി നമ്മുടെ പവലിയനും എല്ലാം സെറ്റായി. ഞങ്ങൾ നിറഞ്ഞ്, ഗാലറി എല്ലാം നിറഞ്ഞു, പവലിയനകത്ത് ആൾക്കാർ നിറഞ്ഞു. എന്നോടൊപ്പം അങ്കിള് നിരണം ക്ലബിൻ്റെ ഫാനാണ്. ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതോടൊപ്പം നമ്മുടെ ദാസേട്ടനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാം ഹീറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റും. വലിയ ദിവാൻജി 1ാം ട്രാക്കിൽ, നടുഭാഗം 2ാം ട്രാക്കിൽ, നിരണം 3ാം ട്രാക്കിൽ. 3ാം ട്രാക്കിലുള്ള നിരണമാണ് ഏറ്റവും ഫ്രണ്ടിൽ. എനിക്ക് തോന്നുന്നു വള്ളപ്പാടുകൾക്ക് മുന്നിലാണ് നിരണം വരുന്നത്. നമ്മുടെ വലിയ ദിവാൻജി വളരെ പുറകിലാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും നമുക്ക് ഈ കളിയുടെ ബ്യൂട്ടി എന്തായാലും കണ്ട് ആസ്വദിക്കാം. അങ്ങനെ നിരണം ചുണ്ടൻ വള്ളപ്പാടുകൾക്ക് മുന്നിൽ ഫിനിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. കാരണം ബാക്കി 2 ചുണ്ടനിലുള്ള ഒത്തിരി പുറകിലാണ്. നമ്മുടെ വലിയ ദിവാൻജി വളരെ ഒത്തിരി പുറകിലാണ് കളിക്കുന്നത്. നിരണം ചുണ്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരക്കാർ തന്നെ ഉള്ള ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബ് തന്നെയാണ് ഈ അവരുടെ കരയുടെ ചുണ്ടനി കളിക്കുന്ന എന്നുള്ളൊരു പ്രത്യേകത അവർക്കുണ്ട്. പുതിയ ചുണ്ടനാണ്. 2ാമത്തെ സീസണിലേക്ക് അവർ എത്തിയിട്ടുള്ളൂ. ഭാവിയിൽ ഒരു വലിയ മത്സരം നടത്താൻ അല്ലെങ്കിൽ നല്ലൊരു ക്ലബ്ബായി വളരാനും ട്രോഫി നേടാനും സാധ്യതയുള്ളൊരു ക്ലബ്ബായിട്ട് നിരണം ക്ലബ്ബ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫിനിഷിംഗ് ലൈനിലേക്ക് പോകാം. അങ്ങനെ 1ാം ഹീറ്റ്സ് അവിടെ അവസാനിക്കുവാണ്. 1ാം ഹീറ്റ്സിൽ 1ാം സ്ഥാനത്ത് നിരണം ചുണ്ടനും, 2ാം സ്ഥാനത്ത് നടുഭാഗം ചുണ്ടനും, 3ാം സ്ഥാനത്ത് നമ്മുടെ വലിയ ദിവാൻജി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ വലിയ ദിവാൻജിയും ഫിനിഷ് ചെയ്തു. നിരണം ഏകദേശം 3 മിനിറ്റും 32 സെക്കൻഡ് ആ ഒരു ടൈമിലാണ്, നല്ല ടൈമിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2ാം ഹീറ്റ്സ് തുടങ്ങാനായിട്ട് വള്ളങ്ങൾ അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. വിയ്യപുരവും പായിപ്പാടും കാരിച്ചാലും കൂടാണ് കളിക്കുന്നത്. 1ാം ട്രാക്കിൽ വിയ്യപുരം, 2ാം ട്രാക്കിൽ പായിപ്പാട്, 3ാം ട്രാക്കിൽ കാരിച്ചാൽ നമുക്ക് പറയേണ്ടതില്ല, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വിയ്യപുരവും കാരിച്ചാലും തമ്മിലുള്ള കടുത്ത മത്സരമാണ്. രണ്ടും അയലോക്കക്കാരാണ്. രണ്ടുപേരും മത്സരത്തിൽ ഒരു രക്ഷയില്ലാത്ത മത്സരമാണ്. എല്ലാ സ്ഥലത്തും ഈ വർഷം കളി നടന്ന എല്ലാ സ്ഥലത്തും ശക്തമായ മത്സരം കാഴ്ചവെച്ചവരാണ്. ഇപ്പം നോക്കിയേ, ആ പാലത്തെ മുഴുവൻ കാണികളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. അപ്പോൾ വിയ്യപുരവും കാരിച്ചാലും തമ്മിലുള്ള, വിയ്യപുരത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ്, കാരിച്ചാലിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഇവർ രണ്ടുകൂടെയുള്ള മത്സരം നമുക്ക് കാണാം. കഠിനമായ ശക്തമായ മത്സരമാണ്. പായിപ്പാട് കുറച്ച് പുറകിലായി. പായിപ്പാട് ചുണ്ടൻ തുഴയുന്ന ആലപ്പി ടൗൺ ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മത്സരം വളരെ എനിക്ക് തോന്നുന്നു കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. ഈ 2 വള്ളവും ഫൈനലിൽ വരാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പമ്പയാറ്റിൽ നടക്കുന്ന ഈ മത്സരം എങ്ങനെ ആവുമെന്ന് നമുക്ക് നോക്കാം. വിയ്യപുരം ജയിക്കുമോ, കാരിച്ചാൽ ജയിക്കുമോ? അങ്ങനെ ഈ കളി ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് പോയത്. ഇതിൽ കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 1ാം സ്ഥാനവും വിയ്യപുരം 2ാം സ്ഥാനവും. വളരെ ചെറിയ ടൈമിങ്ങിലാണ് 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. 3ാം സ്ഥാനത്ത് നമ്മുടെ ആലപ്പി ടൗൺ ബോട്ട് ക്ലബിൻ്റെ പായിപ്പാടൻ ചുണ്ടനാണ് തുഴഞ്ഞു വരുന്നത്. അവർ കുറച്ച് അത്യാവശ്യം നല്ല പുറകിലാണ്. ഇവർ വള്ളപ്പാടുകൾക്ക് മുന്നിൽ ഇവർ 2 കൂട്ടരും ഫിനിഷ് ചെയ്തു. അങ്ങനെ 2ാം ഹീറ്റ്സും ഫിനിഷ് ചെയ്തു. അങ്ങനെ നമ്മുടെ 3ാമത്തെ ഹീറ്റ്സ് സ്ക്രീനിൽ കൂടെ നമ്മൾ കണ്ടു തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ മൂന്നാമത്തെ ഹീറ്റ്സ് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ആവേശം തുടങ്ങിയിട്ടുണ്ട് കാണികളുടെ. തലവടി, മേൽപ്പാടം, ചമ്പക്കുളം. തലവടി ചുണ്ടൻ ഭയങ്കര ലീഡിൽ സ്റ്റാർട്ടിങ് തൊട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. UBC കൈനകരിയുടെ ചുണ്ടനാണ്. എനിക്ക് തോന്നുന്നു ഫൈനലിൽ ഈ കൈനകരിക്കാർ 3 ക്ലബ്ബുകളും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും UBC കൈനകരിയും അതുപോലെ തന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബോട് ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത്. അപ്പം തലവടി ചുണ്ടൻ വളരെ ഫാസ്റ്റായിട്ട് 1ാം സ്ഥാനത്ത്. അവരൊറ്റയ്ക്ക് കളിച്ചിങ്ങി പോരുവാണ്, അവർ കൂടെയുള്ളവരൊന്നും നോക്കുന്നില്ല. പുറകെ നമ്മുടെ കുമരകം ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടവും ചമ്പക്കുളവും. ചമ്പക്കുളം ചുണ്ടൻ എന്ന് പറയുമ്പോൾ പുന്നമടയാണ്, BBC പുന്നമടയുടെ ചമ്പക്കുളവും പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സ്പീഡിലാണ്, നല്ല രസമുണ്ട് അവരുടെ വരവ് കാണാൻ. ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. 1ാം സ്ഥാനത്ത് നമ്മുടെ തലവടി ചുണ്ടൻ, 2ാം സ്ഥാനത്ത് മേൽപ്പാടവും, 3ാം സ്ഥാനത്ത് നമ്മുടെ ചമ്പക്കുളമാണ് എത്തിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് ഹീറ്റ്സ് മത്സരങ്ങളുടെ റിസൾട്ട്. ഈ ഹീറ്റ്സ് മത്സരങ്ങളിൽ 1ാം സ്ഥാനത്ത് ഏറ്റവും നല്ല ടൈമിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത 3 വള്ളങ്ങളായിരിക്കും ഫൈനലിൽ 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത്. ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം ചെറിയൊരു ബ്രേക്കാണ്. അപ്പോൾ ചെറിയ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുക. ഒത്തിരി സ്പീഡ് ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ട് കുറേ സ്പീഡ് ബോട്ടുകളൊക്കെ അടുത്ത് കിടക്കും. സ്പീഡ് ബോട്ട് ഒരു അട്രാക്ഷൻ തന്നെയാണ്. നമ്മുടെ ഈ കളി നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട അമ്പയേഴ്സും മറ്റു ആൾക്കാരും എല്ലാം സ്പീഡ് ബോട്ടിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോലീസിൻ്റെയും സ്പീഡ് ബോട്ട് ചിലപ്പോൾ കാണാറുണ്ട്, പക്ഷേ ഇവിടെ പോലീസിൻ്റെതായിട്ടുള്ള സ്പീഡ് ബോട്ടുകളൊന്നും കണ്ടില്ല. പല ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ സ്പീഡ് ബോട്ടിൽ അതിലേ കിടന്ന് കറങ്ങുന്നുണ്ട്. ആൾക്കാർ ഭയങ്കര ആവേശത്തിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പം നമുക്ക് ഫൈനൽ മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ മന്ത്രി ഒക്കെ വന്നിട്ടുണ്ട്. സജി ചെറിയാനും P പ്രസാദും, കൃഷി മന്ത്രി, സാംസ്കാരിക മന്ത്രിയും ഉണ്ട്. സജി ചെറിയാൻ്റെ മണ്ഡലത്തിലാണ് മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ പ്രസംഗവും മറ്റു കാര്യങ്ങളും മറ്റ് ടൂറിസം വകുപ്പിൻ്റെ പ്രതിനിധികളും എല്ലാം സംസാരിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു ടാബ്ലോ പോലെയാണ് ആ വള്ളത്തെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. പിന്നെ നമ്മുടെ ഒരു പുലികളിയുടെ ഒരു പുലിയും ഒക്കെ നിൽപ്പുണ്ട്. ആരാണ്ടൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വലിയ മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ടിട്ടാണ്. പല ക്ലബ്ബുകളുടെ ഫാനുകൾ അവരുടെ ക്ലബിൻ്റെ ജേഴ്സിയും കൊടിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അക്കരെ സൈഡിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ആ പാലത്തിലുള്ള ക്രൗഡ് അതിഭയങ്കരമാണ്. നല്ല രീതിയിൽ ക്രൗഡാണ്. പലതരത്തിലുള്ള വള്ളങ്ങളിൽ ആൾക്കാർ വള്ളംകളി കാണാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വള്ളങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഡാൻസിനോടൊപ്പം ഒരു വാദ്യവും കൂടെ പുള്ളിയുടെ അദ്ദേഹത്ത് തൂക്കിയിട്ട് വളരെ ഭംഗിയായിട്ട് അത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ ഭയങ്കരമായിട്ട് ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് താളത്തിലാണ് ചേട്ടൻ കൊട്ടുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. അങ്ങനെ ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനലിന് വേണ്ടി നമ്മുടെ വള്ളങ്ങൾ അണിനിരന്നിരിക്കുകയാണ്. നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ വലിയ ദിവാൻജി വള്ളം, ആലപ്പി ടൗൺ ബോട്ട് ക്ലബിൻ്റെ പായിപ്പാട് ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ, അതായത് PBC പുന്നമടയുടെ ചമ്പക്കുളം ചുണ്ടൻ, ഈ 3 വള്ളങ്ങളും തമ്മിലാണ് 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് 3ാം സ്ഥാനത്ത് വന്ന 3 വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അത് നടക്കുന്നത് 7ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ആക്ച്വലി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ ഇനി വിസിൽ മുഴങ്ങാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. നമുക്ക് എന്തായാലും ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ കാണാം. അങ്ങനെ ഫൈനലിൻ്റെ ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനലിൻ്റെ വെടി പൊട്ടി നമുക്ക് സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റും. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന 3 വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. നമ്മുടെ വലിയ ദിവാൻജിയുണ്ട്, നമ്മുടെ വള്ളമുണ്ട്, അതോടൊപ്പം ചമ്പക്കുളം ചുണ്ടനുണ്ട്, അതോടൊപ്പം പായിപ്പാട് ചുണ്ടനുണ്ട്. ഈ 3 ചുണ്ടൻ വള്ളങ്ങൾ തമ്മിലുള്ള ശക്തമായ മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമുക്കൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു. ഈ മത്സരത്തിൻ്റെ അവസാന ലാപ്പിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ആരാണ് ഈ വള്ളങ്ങളിൽ ജയിക്കുന്നതെന്ന്.
ചമ്പക്കുളം ചുണ്ടൻ 1-ാം സ്ഥാനത്തും പായിപ്പാട് 2-ാം സ്ഥാനത്തും വലിയ ദിവാൻജി കുറച്ച് പുറകിലായിട്ട് 3-ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ശക്തമായ മത്സരം തന്നെ കാഴ്ചവെച്ചു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞ ശേഷം ഇനിയിപ്പം നമ്മുടെ ലൂസേഴ്സ് ഫൈനൽ 2-ാം സ്ഥാനത്തേക്ക് വന്ന വള്ളങ്ങളാണ്. അതായത് 4, 5, 6 സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4, 5, 6 സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന 3 വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ് അടുത്തായിട്ട് നടക്കാൻ പോകുന്നത്. മത്സരം ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം ഇതിനകത്ത് വരുന്നത് നിരണം ചുണ്ടനാണ്. ചെറിയ സെക്കൻഡുകളുടെ അംശത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ടു പോയ നിരണം ചുണ്ടൻ, അതോടൊപ്പം നമ്മുടെ കോട്ടയംകാരുടെ KTBC കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്, അതോടൊപ്പം കുമരകം ബോട്ട് ക്ലബ്ബ് KBC, ഈ 3 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത് മത്സരിക്കുന്നത്. ഇതിനകത്ത് നിരണം ഇപ്പോൾ തന്നെ നല്ല ലീഡിലാണ് വരുന്നത്. നിരണം ഒരു പുതിയ ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ അവർ 1-2 വർഷം കൊണ്ട് സെറ്റായി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ എന്തായാലും നിരണമാണ് ലീഡ് ചെയ്യുന്നത്. നിരണത്തിൻ്റെ തൊട്ടു പുറകെ KTBCയും അതോടൊപ്പം KBCയും 2 കുമരകംകാർ തമ്മിലാണ് മത്സരിക്കുന്നത്. നിരണം വളരെ സ്റ്റൈലായിട്ട് തുഴഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ഈ തുഴച്ചിലിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ നമ്മൾ ഏവരും കാത്തിരുന്ന ഫൈനൽ വിസിലിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. എത്ര സുന്ദരമാണെന്ന് നോക്കിയേ. പച്ച പട്ട് വിരിച്ച് കണക്ക് 2 സൈഡിലും ഹരിതാവും പച്ചപ്പുമായിട്ട് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ സുന്ദരമായിട്ടുള്ള പമ്പയാറിൻ്റെ തീരത്ത് നമ്മുടെ 3 വള്ളങ്ങൾ, 3 ജലരാജാക്കന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പള്ളാത്തുരുത്തി PBC കഴിഞ്ഞ 5 വർഷമായി നെഹ്റു ട്രോഫിയിൽ 1-ാം സ്ഥാനം നേടുന്ന വള്ളം, അതോടൊപ്പം നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വീയപുരം ചുണ്ടലിൽ, പള്ളാത്തുരുത്തി കാരിച്ചാലിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വീയപുരം ചുണ്ടലിൽ, അതോടൊപ്പം നമ്മുടെ UBC കൈനഗരി, 3ഉം ഒരു കരക്കാരുടെയാണ്. സത്യം പറഞ്ഞാൽ കൈനഗരി പള്ളാത്തുരുത്തിയും അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെ 3 ചുണ്ടൻ വള്ളങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും ഇവർ തമ്മിലായിരിക്കും മത്സരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. തൊട്ടടുത്ത് നിരണോ അതിൻ്റെ തൊട്ടടുത്ത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുമാണ് ഉള്ളത്. അപ്പം ഇത് നിരണം ചുണ്ടൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട്. അവർക്ക് ടൈമിങ്ങിൽ എന്തോ അവർ ഹാപ്പി അല്ലെന്ന് തോന്നുന്നു. അവർ എന്തൊക്കെയോ അതിൽ നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്നുണ്ട്. എന്തായാലും കൈയടിച്ച് കാണിക്കുന്നുണ്ട്, കൈകൊണ്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ക്യാപ്റ്റൻ, ഈ വള്ളത്തിൻ്റെ ക്യാപ്റ്റൻ KG എബ്രഹാം, അതായത് നമ്മുടെ ക്രൗൺ പ്ലാസയുടെയൊക്കെ ഓണർ KG എബ്രഹാം അവിടെ കളി കാണാൻ വേണ്ടി വിദേശത്തു നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനലിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ഫൈനലിന് വിസിൽ മുഴങ്ങി, ഫൈനൽ സ്റ്റാർട്ട് ചെയ്തു. 3 വള്ളങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഈ 3 വള്ളങ്ങളും കട്ടയ്ക്ക് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരെങ്കിലും ജയിച്ചാൽ തന്നെ സെക്കൻഡിൻ്റെ 100ൽ ഒരു 10 അംശത്തിലോ 100ൽ 2 അംശത്തിലോ ഒക്കെ ജയിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഉത്തമമായ മത്സരം നമുക്ക് ഈ സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റും. അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങിക്കഴിഞ്ഞു. എത്ര മുന്നോട്ട് പോയാലും ഇത് ഒരു നൂല് പിടിച്ച് വെച്ച കണക്കാണ് ഈ 3 വള്ളങ്ങൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ പല കളികളിലും നമ്മളത് കണ്ടതാണ്. നോക്കി നമുക്കിപ്പോൾ ഡയറക്റ്റ് കാണാൻ പറ്റും ആരാണ് 1-ാം സ്ഥാനത്ത് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരണയില്ല. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ കളികളിലും ആരായിരിക്കും ജയിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ യാതൊരു ധാരണയില്ല. എന്നാലും നമുക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് സസൂക്ഷ്മം വീക്ഷിക്കുക ആര് 1-ാം സ്ഥാനത്ത് എത്തുമെന്ന്. അങ്ങനെ മത്സരം അവസാന ലാപ്പിലേക്ക് എത്തുവാണ്. ഫിനിഷിങ്ങിന് ഏതാനും മീറ്ററുകൾ മാത്രം ബാക്കിയുള്ളൂ. നിങ്ങൾ നോക്കൂ, 1-ാം സ്ഥാനം ആർക്കാണെന്ന് നിങ്ങൾ നോക്കുക. 1-ാം സ്ഥാനം എൻ്റെ കണക്കൂട്ടിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ്, അതായത് വീയപുരം ചുണ്ടലിൽ മത്സരിച്ച വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം വില്ലേജ് ബോട്ട് ക്ലബ്ബ് തന്നെയായിരുന്നു 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് പള്ളാത്തുരുത്തിയും 3-ാം സ്ഥാനത്ത് UBC കൈനഗരിയുമാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സീസണിൽ ആദ്യം
ആയിട്ട് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ജയിക്കുന്നു. പള്ളാത്തുരുത്തിക്ക് മേളിലൊരു വിജയം അവരാണ് ആദ്യമായിട്ട് നേടുന്നത്. നെഹ്റു ട്രോഫി തൊട്ട് ഇവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കളി കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ പവലിയൻ വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയും ബൈക്ക് എടുത്തിട്ട് നമ്മുടെ വള്ളം എവിടാണോ അടുപ്പിച്ചിട്ടിരിക്കുന്നത്, അതായത് നമ്മുടെ മാർത്തോമ വലിയ പള്ളിയിലേക്ക് നമുക്ക് പോകണം. അവിടെ നിന്ന് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ കുറേ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അതെല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷം തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് പോകണം. ചങ്ങനാശ്ശേരി ചെന്നിട്ട് നാളത്തെ മാരത്തോണിന് വേണ്ടി റെഡിയായിട്ട് എറണാകുളത്തേക്ക് പോകണം. അതാണ് ഇനി എൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് നമ്മുടെ പ്ലെയേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് പോകാം. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലേ, വളരെ രസകരമായിട്ട് അലങ്കരിച്ചിരിക്കുവാണ് വിവേകാനന്ദ സ്കൂള്. ഇതിനകത്ത് ഇരുന്നിട്ടാണ്, ഈ സ്കൂളാണ് ഇതിലെ 1ാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി, മനോഹരമായിട്ടുള്ളൊരു ട്രോഫി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്ലെയേഴ്സെല്ലാം ചുണ്ടനും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു. നമ്മുടെ പ്ലെയേഴ്സൊക്കെ ഡ്രസ്സൊക്കെ മാറാനും അതുപോലെ ഫുഡ് കഴിക്കാനും തുടങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരത്തെ ഫുഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആഹാ, അടിപൊളി പൊറോട്ടയും ബീഫ് കറിയാണ്. നമ്മുടെ വർമ്മ എന്താ പറയുന്നത് കേൾക്കാം. ഇങ്ങോട്ട് നോക്കാം, ക്യാമറയിലോട്ട് നോക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് മാത്രമല്ല, കളിയുടെ കാര്യം സെറ്റാവൂല്ലേ? അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു. ഇനി നമുക്ക് പോകാനായിട്ടുള്ള സമയമാണ്. നമ്മുടെ മാർത്തോമ വലിയ പള്ളി, പാണ്ടനാട്, പ്രയാറാണ് കറക്റ്റ് സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ തുഴയൊക്കെ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റുന്നു, നമ്മുടെ യൂണിഫോം ജേഴ്സി എല്ലാം കയറ്റുന്നു. ഇതെല്ലാം കൊണ്ട് അലക്കി ഉണങ്ങി അടുത്ത കളിക്ക് വേണ്ടി സെറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ജെയിംസ് ചേട്ടനാണ് ഈ നിൽക്കുന്നത്. ജെയിംസ് ചേട്ടനോട് സുബീഷ് ചേട്ടനും നമ്മുടെ പോലീസുകാരൻ സന്തോഷ് സാറ്, SI സന്തോഷ് സാറും കൂടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ CBL കഴിഞ്ഞിരിക്കുകയാണ്. CBLിലൊരു ചെറിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഈ സീസണിൽ 1ാം സ്ഥാനം അടിച്ചിരിക്കുകയാണ്, പള്ളാത്തുരുത്തിയെ തോൽപ്പിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും ഏതൊരു സ്പോർട്സിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 1ാം നിരയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ധാരാളം ഫാൻസ് ഉണ്ടാവും, ധാരാളം സഹായങ്ങളും ഹെൽപ്പും ഉണ്ടാവും, നല്ല രീതിയിൽ കളി നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനങ്ങൾ കാണും. പക്ഷേ എപ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ 2ാം നിരയിൽ നിൽക്കുന്ന, അല്ലെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ക്ലബ്ബുകളാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് ധാരാളം പരിമിതികളുണ്ടാവും, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ പരിമിതികളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് മറ്റൊരു ക്ലബ്ബ്, പള്ളാത്തുരുത്തി ഒഴിച്ച് മറ്റൊരു ക്ലബ്ബിൽ നിന്ന് 1ാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. പള്ളാത്തുരുത്തി ഒരിക്കലും കുറച്ച് കാണുന്നില്ല. അവർ വളരെ ശക്തമായ എഫേർട്ട് ഇട്ടിട്ടാണ് എപ്പോഴും ഇങ്ങനെ 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം മറ്റ് കളികളുണ്ട്. അടുത്ത ആഴ്ച നമ്മുടെ പാണ്ടനാട് കളിയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാനിപ്പോൾ എറണാകുളത്താണ്. നാളത്തെ ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:20 ഇതുവരെ കിടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പം ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് നൈറ്റ്.